ഞാനവിടെ ഇല്ലെന്നറിയാം. ഞാൻ പറൂരെ വീട്ടിലെത്തിയിട്ടില്ല കേട്ടാ. ഞാൻ ഇന്നലെ രാത്രിക്കാന്ന് ചെറിയ പറൂരേക്ക് വന്നു. പിന്നെ അമീസിന് പിന്നെ കൈകുട്ടിക്കളിയും പരിപാടിയും എല്ലാം കൊണ്ട് അവിടെ അധികം നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അപ്പം ഇതാണ് എൻ്റെ പറൂരെ വീട് കേട്ടാ. കാണിച്ചരേ. ഇതാണ് പറൂരെ വീട്. അപ്പം ഇവിടെ പറൂർ വീട്ടിലെ അമ്പലവും വീടെല്ലാം അടുത്തടുത്താണ് കേട്ടാ. ഇവിടെ ചോന്നമ്മ ക്ഷേത്രമുണ്ട്. അമീസൊന്ന് കാണിച്ചു കൊടുത്ത ചോന്നമ്മ ക്ഷേത്രം മുമ്പ് കാണിച്ചു കൊടുത്തു, എന്നാലേ കാണും. ഇത് നമ്മളെ അമ്പലത്തിൻ്റെ പടിപ്പുരയാണ് കേട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ്, നല്ല കാറ്റാണ്. അപ്പം എല്ലാവരും വന്നാൽ ഇവിടെ വന്നിരുന്ന് കുറേ ആൾ ഉറങ്ങും, കുറേ ആളിങ്ങനെ ഇവിടെ പിള്ളേരെല്ലാം ഇരുന്ന് കളിക്കുന്നു. നല്ല രസമായി ഇതിൻ്റെ മുകളിലിരുന്ന് കാറ്റ് കൊള്ളാൻ കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു എരിഞ്ഞ മരമുണ്ട്. എനിക്ക് എരിഞ്ഞിപ്പോലം പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെല്ലാം എരിഞ്ഞിപ്പോലം പറക്കിയിട്ട് മാല കൊടുക്കും. എന്നിട്ട് ബസ്സുകാർക്കും വണ്ടിക്കാർക്കും എല്ലാം കൊടുക്കും. നല്ല രസമാണ്. എരിഞ്ഞിപ്പൂ കാണിച്ചാലേ നിങ്ങൾക്ക് രസമുണ്ടോ കേട്ടോ. അപ്പം നമുക്കിവിടെ ഒരു വലിയ മാവുണ്ട്, അതിന് നിറച്ച് മാങ്ങിയാണ് ഇപ്രാവശ്യം. മാങ്ങ കാണിച്ചാലോ കണ്ടാ. ഇതൊന്നും അല്ല കേട്ടോ, അതിൻ്റെ ഇടയിലെല്ലാം ഒരുപാട് മാങ്ങയുണ്ട്. നല്ല മാങ്ങയാണേ. പഴുത്താലെല്ലാം നല്ല ടേസ്റ്റാണ്, പക്ഷേ ചിലതിൽ പുഴുവായി പോവും. താഴെയെല്ലാം ഉണ്ട് കേട്ടോ. വേണ്ട താഴെ തന്നെ വാങ്ങിയുണ്ട്. ഇതാണ് നമ്മളെ അമ്പലം. അവിടെ നാഗുണ്ട്. ഇത് പഠിപ്പരയാണ്. അപ്പം നമുക്കിതാ ഒന്ന് മറ്റേ ഈ ഇലക്കെന്ന് പറയല് കുർക്കൂട്ടിയിലല്ലേ, മറ്റേ മീനെല്ലാം പൊതിഞ്ഞില്ലേ. എരിഞ്ഞിപ്പൂണ്ട് മാല വേണമെന്ന് പറഞ്ഞു. അമ്മ വണ്ണാരത്തിൻ്റെ അടുത്ത് കുറച്ചുണ്ടോ നോക്കട്ടെ. ഇങ്ങനത്തെ പൂ പറക്കിയിടല്ലേ കേട്ടാ. കണ്ടാ നല്ല മണമാണ്. എന്നാ മണം കുപ്പായത്തിനുള്ളിലെല്ലാം വെക്കും അമ്മമ്മ. അരിഞ്ഞിപ്പൂ പറക്കാൻ വന്ന അമീസ് എരിഞ്ഞിപ്പൂവിൻ്റെ കൊമ്പത്ത് നൂഞ്ഞാലാടുന്നുണ്ടാ. കുരുത്തക്കേടാ നോക്കല്ലോ. പറക്കണേ എരിഞ്ഞിപ്പൂ മാല കൊടുത്തരണ്ടേ? എന്നാ പറക്കാൻ കൂട് ഊഞ്ഞാലാടാണ്ട്. വേണ്ട എരിഞ്ഞിപ്പൂവിൻ്റെ മൊട്ടും പൂവെല്ലാം ഇത് നല്ല മണാന്നിട്ടാ. എരിഞ്ഞിപ്പൂ പറക്കാം നമുക്ക്. ഞാൻ ഇല പറിക്കട്ടെ. അമീസ് പറക്കി റോഡുമ്പിലെത്തി. കണ്ടാ അവിടെ ഒരു തട്ടുകടിയുണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു പീടിയുണ്ടേ. അങ്ങ് പിന്നെ ഇതാ ഇവിടെ ഒരു പീടിയുണ്ട്. അടുത്തടുത്ത് പീടിയെല്ലാം ഉണ്ട് കേട്ടാ. ഞായറാഴ്ച കൊണ്ട് പൂട്ടിയതെന്ന് അമീസ് പറയുന്നു. ഞാൻ പറക്ക്. അമീസെല്ലാം മണ്ണിൽ പെരങ്ങിക്കൊണ്ടാ പറക്കുന്നു കേട്ടാ. ക്ഷമ വേണം എരിഞ്ഞിപ്പൂ പറക്കണമെങ്കിൽ അമ്മയെ. പറക്ക്. നമ്മളെ വീട്ടിൻ്റെ മുമ്പിൽ തന്നെയാണ് ബസ് പോകുന്ന സ്ഥലം കേട്ടോ. അതാ പയ്യന്നൂർ ബസ്സാണ് ഇത്. അതിൻ്റെ ബസ് പോകുന്നുണ്ടാ. ഇത് പയ്യന്നൂർ ബസ്സാണ് കേട്ടാ. റോഡ് സൈഡിലെ എരിഞ്ഞിപ്പൂ നമുക്ക് ഇരുന്ന് പറക്കാം കേട്ടാ. ഇഷ്ടം പോലെ ഉണ്ട്. ഇതാണ് നമ്മളെ ഭണ്ണാര കേട്ടാ. മാല കോർത്തിട്ട് അച്ചാച്ചന് ഫോട്ടോത്തിന് തൂക്കാൻ കൊടുക്കാം അല്ലേ. അനക്കൊരു കുഞ്ഞു മലക്കി തലക്കി വിടാനാ. റൂമിലെല്ലാം വെക്കണം, നല്ല മണമാണ്. മതിയില്ലേ ബാ. അപ്പം ഇതാ എരിഞ്ഞിപ്പൂ ഇതാ ഇത്ര പോയി. നല്ല ക്ഷമ വേണം കേട്ടാ എരിഞ്ഞിപ്പൂ വറക്കണമെങ്കിൽ. അനക്കും ക്ഷമയില്ല, അമീസിനും ക്ഷമയില്ല. ലാസ്റ്റ് അമീസ് പറഞ്ഞ് ഈനോണ്ട് മാലയാക്കി തന്നാൽ മതിയെന്ന്. ഞാനും അമീസ് എരിഞ്ഞിപ്പൂവെല്ലാം പറക്കിയ ഇതാ ഇത്രപ്പോഴുന്ന് പറക്കി. നല്ല ക്ഷമമാണ് എരിഞ്ഞിപ്പൂ വറക്കണം. നമുക്ക് ഒട്ടും ക്ഷമയില്ല. ഞാൻ പറഞ്ഞു ഈ ഇത്രപ്പോഴുന്നതിനോട് എനിക്ക് മാലയാക്കി തരാം. നമ്മൾ മാല എങ്ങനെ ആക്കാൻ നോക്കാം ബാ. അപ്പം നമുക്ക് എരിഞ്ഞിപ്പൂ കൊടുക്കാൻ വേണ്ടിയിട്ട് വാഴൻ്റെ പോളേൻ്റെ നാര് എടുക്കാം കേട്ടാ. നാര് പോലത്തെ അവിടെ ഒരു വാഴ പൊട്ടി കൊണ്ടിട്ടുണ്ട്. വാഴ പൊട്ടി കൊണ്ടിട്ടുണ്ടല്ലേ. ഞാൻ രാവിലെ ഇതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ടാ പല്ലിച്ചിനമ്മ. ഇതിൻ്റെ മുകളിൽ തുള്ളിക്കളിച്ച് വാഴപ്പൂളേൻ്റെ നാരുണ്ടോ നമ്മൾ പണ്ട് എരിഞ്ഞിപ്പൂ ഓർക്കല്. ഇതിൽ കോർക്കല്ല മീ നൂല് കോർക്കാം. നൂലാണ് കൊതുകുണ്ട് കേട്ടോ. നൂല് കോർക്കാമേ. ഇതാ വേണ്ട ഇതിൽ നമുക്ക് കോർത്താൽ ഇത് പൊട്ടിയാലോ. അവരെ മോളെ നിശ്ചയനെ തോന്നുന്നു. എരിഞ്ഞിപ്പൂ ഓർക്കുന്നുണ്ട് കേട്ടോ. പണ്ട് നമ്മളവിടെ ഒരു മാതേച്ചി ഉണ്ടേ. മാതേച്ചിയുടെ വീട്ടില്
എരിഞ്ഞിപ്പുണ്ടോ ഇഷ്ടം പോലെ. നമ്മ എല്ലാരും കൂടെ വാശിക്കൂറ്റി പറക്കിയിട്ട് കൂർക്കും. വലിയ അരറ്റും വലിയ മാലയൊക്കെ നോക്കും. എന്നിട്ട് ഫോട്ടത്തിന് നോക്കും. കൊറേ നിൽക്കും. മറ്റേ ഷെൽഫിന്റെ ഉള്ളിലെല്ലാം ഇടും മണം വരാൻ വേണ്ടി. എരിഞ്ഞിപ്പ് പക്ഷെ നോക്കും പോവില്ല. നല്ല മണം. എരിഞ്ഞിപ്പും വേണ്ട. അമ്മയൊക്കെ എരിഞ്ഞിപ്പൂ എന്നാന്ന് തന്നെ അറിയില്ല. എന്താ മീസേ നമുക്കറിയാം. നിർത്തിയാ ആ മെരിഞ്ഞ ഇതിലെ ചായ കുടിക്കാൻ പോന്നെ മണം നോക്കി എന്നാ മണം നല്ല മണമില്ലേ. സന്ധ്യക്ക് അപ്പൊ ഇത് മണക്കലിങ്ങനെ പോകുമ്പോ എന്റെ മണക്കയില്ലേ ഇത് ഒരാളും പൂത്തതും നല്ല മണമല്ല കാറ്റത്ത് നല്ല മണം. എരിഞ്ഞു പൂത്തിട്ടുണ്ട്. വലിയ തോട്ടേണ്ടി കേട്ടോ. മാതാങ്കള് നീലേറ് പോട്ടില്ലേ അവിടെ സ്കൂൾ കൂട്ടിയൊരു പിള്ളേർ എരിഞ്ഞിമാല വിൽക്കാൻ നിൽക്കും. ഞാൻ ആ ശ്രീനിധി ബസ്സിന് പോയില്ലേ മറ്റേ പയ്യന്നൂരേക്ക്. അന്നേരം അവര് മണിക്കും. ആ ഡ്രൈവർ എപ്പോഴും മണിക്കും ആ കുഞ്ഞിനോട് 10 റുപ്യ ഒരു മാലക്ക്. പണിയുണ്ട്. ഇത് പറക്കണമെങ്കിൽ തന്നെ 100 റുപ്യ വേണം. വലിയ മാലയാ എഴുതി പിടിച്ചെടുക്കണ്ടേ ചെറുത്. അമ്മ? വലിയ മാലയാ? വലിയ മാലയുണ്ടോ? 10 രൂപ കിട്ടിയാൽ മുതലാവൂല. മുതലാവൂല. എന്നാൽ 100 റുപ്യ വേണം ഒരു മാല ഓർത്തിട്ടാണ്. നല്ല പണിയുണ്ട്. ഇത് അമ്മയാന്ന് കേട്ടാ പറൂറെ. അമ്മേനോട് വിഷയം പറഞ്ഞോണ്ട് അമ്മയ എരിഞ്ഞിപ്പ് കോർക്കേന്ന് അല്ല മീസേ. ഇത് പണ്ട് മറ്റേ ബസ്സുകാർക്ക് കൊടുക്കും അല്ലേ, വണ്ടിക്കാർക്കെല്ലാം 10 റുപ്യക്ക് 5 റുപ്യക്കെല്ലാം. പിന്നെ കോർക്കാൻ കിട്ടുന്നില്ല മീ. ഞാൻ കോർത്തരാ ബാക്കിത്താ. നോക്കിക്കൂടെ അല്ലല്ലേ? അച്ഛന്റെ റൂമ് നല്ല മണമുണ്ടാവും അല്ലേ? മണം വേണ്ടേ? അച്ഛനെല്ലാം കുറച്ചാൾ കാണട്ടെ വീഡിയോ ഇട്ടിട്ട്. അങ്ങോട്ട് വിളിച്ചു നിങ്ങളെ വായന കേട്ട് ഞാനിവിടെ ഇരിക്കുന്നു. അതുകൊണ്ട് നല്ല വായനയാണ്, മോശമില്ല. അങ്ങനെ നിങ്ങളെ വായന ഞാൻ ഇടുന്നില്ലാളല്ല, ഞാൻ പുറത്തുള്ള ആളാണ്. നിങ്ങളെ വായന കേട്ടുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ്. അവരെ മോന്റെ നിശ്ചയം നമ്മളെ ഇവരില്ലേ താടിയിലാണെങ്കിലേ ഫോട്ടോ നേരം നല്ല അടിപൊളി രാമായണം. ആ റേത്തി ഇരുന്നിട്ടല്ലേ? ആ അതന്നെ നല്ല ഫോട്ടോ ആണ്. നിറച്ചുകൊണ്ട് വെച്ചിട്ട് കമ്പനിയാണ് എടുത്തോ. അപ്പൊ നമ്മളെ എരിഞ്ഞിമാല റെഡി ആയിട്ടുണ്ടേ. ഇങ്ങനെ ഇവിടെ ഒരു കെട്ട് കൊടുക്കാം അല്ല മീസേ? ചെണ്ടോട്ടെന്ന് വെച്ചോട്ടാമി. നമ്മുടെ അടുത്ത് പൊട്ടൻ തെയ്യം ഉണ്ടായിനെ, മുത്തപ്പനും പൊട്ടൻ തെയ്യം. അമീസും പോയിട്ട് ഞാനും പോയിട്ട് ഉണ്ടാ. നല്ല എരിഞ്ഞുമാലയേ, നല്ല എരിഞ്ഞ അടിപൊളി എരിഞ്ഞുമാലേ. നമുക്കിത് ദൈവത്തിന്റെ ഫോട്ടോത്തിന് നോക്കാം പടിഞ്ഞിട്ടാവത്തെ പൂജാ റൂമിൽ. അടിപൊളി മാലയില്ലേ? ആ എന്താ മണമെന്നറിയാ. അമീസിത എരിഞ്ഞിപ്പൂ മാല ഫോട്ടോത്തിന് തൂക്കി കൊടുക്കേന്നെ. ആ ചെറുതിന് നല്ല മണമുണ്ടല്ലോ മീ. വൃത്തി തൂക്ക്. അടിപൊളി സെറ്റായി ഉണ്ടാ. ഇങ്ങനെ എരിഞ്ഞിമാല പണ്ട് നമ്മ ഫോട്ടോത്തിന് തൂക്കല് അല്ലേ?